നമ്മുടെയൊക്കെ വീട്ടിൽ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്തൊക്കെ സാധനമല്ലേ നമ്മൾ ചേർക്കണം. ഞാനും ചേർത്തിട്ടുണ്ടോ, അങ്ങനത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴെപ്പോഴും അങ്ങനെയൊക്കെ തിന്നുമ്പോൾ ഒരു മടുപ്പല്ലേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി വേണ്ടേ, അതും എളുപ്പത്തിലുള്ള പണിയും ചെയ്യണ്ടേ. എപ്പോഴും പെണ്ണുങ്ങൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനോടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും അതേപോലെ തന്നെ അധികം ചിലവില്ലാത്ത ഒരു 3 ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് വരട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ കടയിൽ ഉണ്ടാക്കി കൊടുത്ത ബീഫ് വരട്ടാണേ. ഞാനിപ്പോൾ ഒരു 3 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി ഊറ്റപ്പാത്രത്തിൽ വെള്ളം ഊറാനായിട്ടൊക്കെ വെച്ചേക്കണേ കേട്ടോ. ലേശം നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വെളിച്ചെണ്ണക്ക് വില കൂടുതലാണ്, നെയ്യൊക്കെ ഇരിക്കട്ടെ, അപ്പം പിന്നെ വെളിച്ചെണ്ണ ലാഭം കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 6 ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാലേ ഇതേപോലെ തന്നെ വഴറ്റി കൊടുക്കണ്ട, എന്നാലേ വരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് ഞാൻ കുറച്ച്, അതായത് നമ്മൾ എന്തോരമാണ് ബീഫ് എടുക്കണം അതിനനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനും കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 3 കിലോ ബീഫ് ഉണ്ടല്ലോ, അത് മിക്സിക്കകത്തിട്ട് ഇതേപോലെ ചതച്ചെടുക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും എളുപ്പത്തിന് നമുക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ടാൽ പോരെയെന്ന്. ഡോണ്ടു അതൊന്നും ഇടാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില്ലി ഫ്ലെക്സ് ഇട്ടാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ അപ്പം ചതച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫ് വരട്ടിന്. ഇനി എന്താ പരിപാടി, ഇതാ നമ്മുടെ സവാളയും വറ്റൽമുളകൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതേ കഴുകി വൃത്തിയാക്കിയ ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബീഫ് കുക്കറിലിട്ടതിന് ശേഷമേ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം. തുറന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണത്. അതിന് ശേഷമാണ് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഞാനെപ്പോഴും പറയണ പോലെ ഇളയ ബീഫാണെങ്കിൽ ഒരു 2 വിസിൽ മതി. മൂത്തതാണെങ്കിൽ ഒരു 6 വിസിലോളം അടുപ്പിച്ചോട്ടാ. ഞങ്ങൾക്ക് ബീഫ് കൊണ്ടുതന്നെ ആൾ പറയും ഇളയതാണെങ്കിൽ മൂത്താണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല, അത് വെന്ത് കലങ്ങിപ്പോയാൽ നമ്മുടെ കാശ് പോയില്ലേ. നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് മൂത്ത ബീഫാണ്. അതുകൊണ്ട് 6 വിസിൽ അടുപ്പിച്ചതിന് ശേഷമാണ് ഞാനത് അതിൻ്റെ ആ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കണം കേട്ടോ. അപ്പം നോക്കുമ്പോഴേ ഈ മലവെള്ളപ്പാച്ചിൽ പോലെ കുറേ വെള്ളം ഏറി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും ഒട്ടും വെള്ളമില്ലാതെ ഊറ്റപ്പാത്രത്തിൽ ഊറ്റി വെക്കണമെന്ന്. എവിടെ പറഞ്ഞാൽ കേൾക്കണ്ടേ, ബീഫിൽ നിന്ന് വെള്ളം ഊറി വന്നേക്കണ വരവ് വേണ്ട. ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ, വെളിച്ചെണ്ണ ഇല്ലാതെ ഒന്നും വരട്ടുണ്ടാക്കാൻ പറ്റൂല. നമ്മൾ എന്തോരം കുറക്കാമെന്ന് വിചാരിച്ചാലും സാധനം ഇല്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഫേ ഉരുളിയിലേക്ക് കിടക്കണം. അപ്പോൾ എൻ്റെ നെത്തി വെച്ചേടോ ഇതെന്താ വെളുത്തിരിക്കണം, അതിന് ടേസ്റ്റ് ഉണ്ടാവും, എന്താണ് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പം ഞാൻ പറയടി, ഇതിന് മുമ്പ് ഞാൻ ഇടിച്ച മുളകും ഉള്ളിയും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് ഒരു ബീഫ് വരട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇഞ്ചി വെളുത്തുള്ളിയോ മസാലപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ടും നല്ല ടേസ്റ്റായിരുന്നു വരട്ടി വന്നപ്പോൾ. അവിടെ കിടക്കട്ടെ കുറച്ച് നേരം, വരണ്ട് വരുമ്പോൾ നമുക്ക് കാണാടി എന്ന് പറഞ്ഞു. ചാറുള്ള കാരണം കുറച്ച് അവിടെ കിടന്ന് വരളട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടാ. അതാ അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മുടെ ബീഫ് വരട്ട് ഇതാ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് അടി ചേർത്ത് ഇളക്കണേട്ടാ, അല്ലെങ്കിൽ അടിയിൽ മസാല കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗം വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കുമ്പോൾ ഇച്ചിരി അടി ചേർത്ത് ഇളക്കണേ. നമ്മുടെ കടയിൽ കഴിക്കാൻ വന്ന ഒരാൾ പറഞ്ഞാട്ടാ എൻ്റെ നേരത്തെ വീഡിയോ, അതായത് ഉള്ളി ഇടിച്ച മുളക് ഇട്ടിട്ടുള്ള ആ ഒരു ബീഫ് വരട്ട് ആ ഒരു പെരുന്നാളിന് ഒരു 6 കിലോ ഉണ്ടാക്കിയെന്ന്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇതും കഴിച്ചിട്ട് പുള്ളി 2 പ്ലേറ്റ് മേടിച്ച് കഴിച്ചിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയണേ, പുള്ളിക്കാരൻ ഇങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞേ, ബീഫ് പല സ്ഥലത്തും ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ബീഫ് വേറെ എവിടെയും കിട്ടൂല. പല വെറൈറ്റിയിലും പല ടേസ്റ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ മടുപ്പ് വരില്ല, പല ടേസ്റ്റും നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളിൽ ഓരോരുത്തരിടുന്ന കമൻറ്റുകൾ കാണുമ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. അതെ, വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ 3 ചേരുവയെന്നല്ല എല്ലാവരോടും പറഞ്ഞത്. പക്ഷെ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ 4 എണ്ണമോ അല്ലേ, പോട്ടെ പാവം അല്ലേ. കറിവേപ്പില ഇടാണ്ടിരിക്കാൻ പറ്റൂലല്ലോ കറിയിലൊന്നും, അതുകൊണ്ടിട്ട് ഇട്ട് പോയതുണ്ട്. എല്ലാവരും ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കാതിട്ട് കൂട്ടുകാരെ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഓടിയെത്താം. താങ്ക് യു.